ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമിനെ വേദ തിരികെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മംഗളകരമായി അവരുടെ വിവാഹമൊക്കെ കഴിയുന്നുണ്ട്. വളരെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഇനി സംഭവിക്കാൻ പോകുന്നത്. ഈ സമയത്ത് രാധ പറയുന്നുണ്ട്, അതായത് വിക്രമിൻ്റെയും വേദയുടെയും വിവാഹം കഴിയുന്നത് അറിയുന്ന രാധയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യവും സങ്കടവും കലിയും ഒക്കെ വരികയാണേ. ഇതേ സമയത്ത് രാധ പറയുന്നുണ്ട്, രാധയാണ് പണം മുടക്കിയത്, നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അതുപോലെ തന്നെ നിന്നെ പരിചരിച്ചതും പണം മുടക്കിയതും എല്ലാം ഞാൻ തന്നെയാണ് എന്നൊക്കെ പറയാണ് കേട്ടോ. അതായത് എൻ്റെ ഓട്ടോ പണയം വെച്ചിട്ടാണ് ഞാൻ അതുവരെ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ വിക്രമിനെ ദേഷ്യം വരികയാണ്. എന്നാൽ നിൻ്റെ കാശ് ഞാനങ്ങ് തിരികെ തന്നേക്കാം, നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ പുറകെ ഇനി നടക്കണ്ടെന്ന്, നീ അത് കേൾക്കില്ല, പിന്നെ ഇങ്ങി വന്നോളും സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിക്രമാണെങ്കിൽ ആ ക്യാഷ് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. ആ ക്യാഷ് വേദയുടെയിലേക്ക് കൊടുക്കുകയാണ്, സോറി രാധയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാധ പറഞ്ഞിട്ട് എനിക്കൊന്നും വേണ്ട, ഞാൻ നിൻ്റെ ഭാര്യയാണ്, അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടി ചിലവഴിക്കുന്നത് എൻ്റെ കടമയാണ്, അതുകൊണ്ട് എനിക്ക് ക്യാഷ് വേണ്ടാന്ന്. ഉടനെ വിക്രം ചോദിക്കുന്നുണ്ട്, ഏത് വകുപ്പിലാണ് നീ ഭാര്യ എന്ന് പറയുന്നത്? ഞാൻ ഭാര്യ തന്നെയാണ്, അന്നും ഇന്നും എന്നും, ഇനി ഏതൊക്കെ അവളുമാരെ കയറി വന്നാലും വിക്രമിൻ്റെ ഭാര്യ രാധ തന്നെയായിരിക്കും. എൻ്റെ രാധേ, നിനക്ക് പറഞ്ഞാൽ എന്താ മനസ്സിലാവാത്തത്? ഉഴുത്തി വീട്ടിലുണ്ട്, ഇനി ആ വീട്ടിനുള്ളിൽ അവളുടെ ശല്യം, വെളിയിൽ വന്നാൽ നിൻ്റെ ശല്യം എന്ന് പറയുമ്പോഴത്തേക്കിനും ഉടനെ രാധ പറയുന്നുണ്ട്, ഞാനേ അവൾ വന്നതുപോലെ ഞാനും വീട്ടിലേക്കൊക്കെ കയറി വരും, എന്നിട്ട് ഞാനും അവിടെ അങ്ങ് പൊറുതി തുടങ്ങും, എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല, പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാ എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റണ്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ശേഷം കാണിക്കുന്നത് നമ്മുടെ വിക്രമിനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകണം. കാരണം നമ്മുടെ വേദ അതുപോലെ പരിചരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, കൂട്ടിക്കൊണ്ട് വരികയും അങ്ങനെ എല്ലാം നോക്കി ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് നമ്മുടെ വിക്രമിൻ്റെ മനസ്സൊന്ന് ഇളകുന്നുണ്ടേ. അങ്ങനെ വേദയ്ക്കാണെങ്കിൽ ആകെ സങ്കടമാകണം. കാരണം വേദയും ചെറിയൊരു നിമിഷത്തിൽ ചിന്തിച്ചിരുന്നു വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിക്രം മുങ്ങിയതാണെന്ന്. പക്ഷെ അതല്ല, വിക്രമിന് ആക്സിഡൻറ്റ് പറ്റിയതാണെന്ന് സത്യം മനസ്സിലാക്കുമ്പോൾ വേദയ്ക്കും ഒരു സങ്കടവും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ വിക്രമിനെ നല്ല രീതിയിൽ തന്നെ പരിചരിക്കുകയും സ്നേഹിക്കുകയും സ്വാന്തനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയുടെ ശുശ്രൂഷയിൽ നമ്മുടെ വിക്രമിന് പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കുകയാണ് കേട്ടോ. തലയ്ക്ക് വേദനയൊക്കെ വരുമ്പോൾ വേദ തിരുമ്പി കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ അവരുടെ ആ ഒരു കോംബോ മുന്നോട്ട് പോകുകയാണ്. ശേഷം കാണിക്കുന്നത് ഇവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വേദ ഇങ്ങനെ ഒന്ന് സ്ലിപ്പാകുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ വിക്രം ഇങ്ങനെ കയറി ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, കണ്ണിൽ നോക്കി നിൽക്കുക. ആ സമയത്ത് നമ്മുടെ കവർ സോങ് ഇടുന്നു. അപ്പോൾ അവരുടെ പ്രണയാർദ്രമായ മുഹൂർത്തങ്ങളായിരിക്കും കേട്ടോ കാണിക്കുന്നത്. ഈ സമയത്തായിരിക്കും നമ്മുടെ നന്ദിനി പെട്ടെന്ന് തന്നെ കതക് തുറന്ന് ഉള്ളിലേക്ക് വരുന്നത്. നന്ദിനി വരുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ വിക്രം നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുക നമ്മുടെ വേദനെ. ഇത് കാണുന്ന നന്ദിനിക്ക് സഹിക്കുമോ? നന്ദിനിയാണെങ്കിൽ വിക്രം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് വിക്രം ഇങ്ങനെ അവളെ വിടുമ്പോൾ അവൾ നിലത്തേക്ക് വീഴുകയാണ് കേട്ടോ. ഉടനെ തന്നെ ഇങ്ങനെ പിടിച്ച് എണീപ്പിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വേദ പറയുന്നുണ്ട്, നന്ദിനിയുടെ അടുത്തേക്ക് എന്താണ് സ്വർഗത്തിലെ കട്ടുറും പാകാൻ വേണ്ടിയിട്ട് കയറി വന്നോളും. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ നിൽക്കുന്ന റൂമിൽ കയറി വരേണ്ട മാനേഴ്സ് ഇല്ല അല്ലേ പൊട്ടത്തി എന്നൊക്കെ പറയുമ്പോഴത്തേനും, പൊട്ടത്തി നീ എന്തൊക്കെയാ പറയുന്നത്? അല്ല, നിങ്ങൾ ഭാര്യയും ആണെങ്കിൽ അത് പറഞ്ഞാൽ അങ്ങനെ ശരിയല്ല. എന്താ ചേട്ടത്തി ഇങ്ങനെ ഉരുണ്ട് കളിക്കണത്? അല്ല, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും നിങ്ങൾ തമ്മിലൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേനും ഉടനെ നമ്മുടെ വേദ പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഏട്ടത്തിയാണോ? ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റൊക്കെ കഴിഞ്ഞതാ, ഏട്ടത്തിക്ക് അതൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേനും, ഇവൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ഏട്ടത്തി പറഞ്ഞതിൻ്റെ മറുപടിയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി മേലെ ഞങ്ങളുടെ റൂമിലേക്ക് ഇങ്ങനെ കയറി വരില്ല കേട്ടോ, ഒന്ന് ഡോറിൽ മുട്ടിയിട്ട് കയറി വരണം. ഞങ്ങൾ ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ, ഇപ്പം തന്നെ കണ്ടോ എന്നൊക്കെ ഞങ്ങളുടെ മൂഡ് കളഞ്ഞു എന്നൊക്കെ പറയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന നന്ദിനിക്കാണെങ്കിൽ ആകെ ചമ്മലും നാണക്കേടും ഒക്കെ ആകുകയാണ്. എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുക. അല്ല, നന്ദിനിയിടത്തിൽ വന്ന കാര്യം പറഞ്ഞില്ല. ഒന്നുമില്ല, രണ്ടുപേരെ ഊണ് കഴിക്കാൻ വേണ്ടി അമ്മ വിളിക്കുന്നു, അത് പറയാൻ വേണ്ടി വന്നതാ. ആണോ? എന്നാൽ ഞങ്ങളങ്ങ് വന്നേക്കാവേ. പിന്നെ ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ആരോടും പറയില്ല കേട്ടോ നന്ദിനി ഏട്ടത്തി എന്ന് പറയാൻ കേട്ടോ. പറയാൻ പറ്റിയ സംഭവമാണല്ലോ, കണ്ടേച്ചാലും മതി. ഒരു വേദയും ഒരു വിക്രമും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദിനേട്ടത്തേക്കാണെങ്കിൽ ഒട്ടും പിടിക്കണില്ല. അങ്ങനെ നന്ദിനേട്ടത്തി പിന്നെ പോകുകയാണ് കേട്ടോ. ശേഷം നമ്മുടെ വിക്രം പറഞ്ഞ നന്ദിനേട്ടത്തി തെറ്റിദ്ധരിച്ചു, നീ ഇതിന് അങ്ങനെയൊക്കെ പറയാൻ പോകുന്നത്? നീ പറയുന്നത് കേട്ടല്ലോ, നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞെന്ന് എപ്പോൾ കഴിഞ്ഞു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, അത് ഞാൻ നന്ദിനേട്ടത്തിനെ ഒന്ന് ഇളക്കാൻ പറഞ്ഞതാ. എന്താണ്
മോനത് കേട്ടപ്പോൾ ഒന്നും മിണ്ടിയില്ലല്ലോ. ഞാൻ ഓർത്തു ഇല്ലയെന്ന് പറയുമായിരിക്കുമെന്ന്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഓ ഞാനില്ലയെന്ന് പറഞ്ഞാലും നീ അതിനൊപ്പിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ വിക്രമും വേദയും കൂടെ കഴിക്കാനൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കഴിക്കാൻ പോയിരിക്കുമ്പോൾ കമലാമ്മ ചോദിക്കുന്നുണ്ട്, മോനെ ഇപ്പം എങ്ങനെയുണ്ട്, വേദനയൊക്കെ കുറവുണ്ടോ? മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് കേട്ടോ, എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഈ സമയത്ത് അച്ഛമ്മ തന്നെ പറയുന്നുണ്ട്, ആ വേദയുടെ പരിചരണത്തിൽ ഇപ്പം നല്ല മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഇതൊക്കെയാണ് പറയണത്. ഒരു ഭാര്യയുടെ സാന്നിധ്യം അത് ഭർത്താവിന് അത് പറഞ്ഞു തീർക്കാൻ പറ്റാവുന്നതിലപ്പുറമാണ്. നമുക്കൊരു ചെറിയൊരു പനി വന്നാൽ, ഒരു ചുമ വന്നാൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു വയ്യാഴിക വന്നാൽ അത് നമ്മുടെ കൂടെയുള്ള നമ്മൾ സ്നേഹിക്കുന്നവരുടെ സാന്നിധ്യം ഉണ്ടല്ലോ, ആ സാന്നിധ്യം കൊണ്ട് തന്നെ ആ മുറിവുകൾ നമുക്ക് ഉണക്കാൻ കഴിയും. അതാണ് ഇപ്പം നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കണം. ഇന്നലെ കണ്ടപ്പോൾ നിനക്ക് എന്ത് വയ്യാഴികയും കാര്യങ്ങളും വരുത്തി ഇന്ന് നല്ല ചൂറുകൊള്ള എൻ്റെ ചൂണക്കുട്ടിയായില്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നന്ദിനിയേട്ടത്തിയോട് നമ്മുടെ വേദ പറഞ്ഞിട്ടുണ്ട്, അതെ അച്ഛമ്മ പറഞ്ഞത് വളരെ ശരിയാണ്. നന്ദിനിയേട്ടത്തി എല്ലാം കണ്ടായിരുന്നു ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത് അല്ലേ നന്ദിനിയേട്ടത്തി? അത് പിന്നെ ഞാൻ ശുശ്രൂഷിക്കുന്നത് കണ്ടെന്നോ? നീ എന്താ വേദയിൽ പറയണേ? ഒന്നുമില്ല, നന്ദിനിയേട്ടത്തിക്ക് കാര്യം മനസ്സിലായി, അത് മതി എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഊണെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ രാധ ഫോൺ വിളിക്കുകയാണേ. രാധ ഫോൺ വിളിക്കുമ്പോൾ അത് കട്ട് ചെയ്ത് വിടുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട്, ആരാ ഫോണിൽ, എന്തിനാ കട്ട് ചെയ്യുന്നത്, കാര്യം വിളിച്ച് പറയില്ലേ, എന്തിനാ കട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഫോൺ അവിടെ മാറ്റി വെക്കുകയാണ് കേട്ടോ. ടേബിളിലേക്ക് മാറ്റി വെച്ചിട്ട് അങ്ങനെ വിക്രം പോവുകയാണ്. പിന്നെയും ഫോൺ അടിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ വേദ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ആ ഫോൺ റിങ് അടിക്കുന്നത് നമ്മുടെ രാധയായിരിക്കും. അത് കാണുമ്പോൾ നമ്മുടെ വേദയ്ക്ക് ചെറിയൊരു കുശുമ്പും അതുപോലെ ദേഷ്യമൊക്കെ പറഞ്ഞുണ്ട് കേട്ടോ. ഇവള് വിടാതെ പിടിച്ചിരിക്കുകയാണല്ലോ വിക്രമിനെ, ഇവക്കിട്ടൊരു പണി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. താലി ചാർത്തിയൊരു പെണ്ണ് വീട്ടിലുണ്ടെന്ന് പോലും അവൾക്കൊരു ചിന്തയില്ല. അവൾ പ്രണയിച്ചു, ശരിയാണ്, പക്ഷേ ഒരു അബദ്ധത്തിൽ വിവാഹവും കഴിഞ്ഞു. അപ്പോൾ പിന്നെ അവൾ ഒഴിഞ്ഞു മാറുന്നല്ലേ നല്ലത്. പിന്നെ ഇപ്പം ഇതിനെന്താണ് ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന വേദനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശേഷമാണെങ്കിൽ നമ്മുടെ വിനായകനോട് നന്ദിനി പറയുന്നുണ്ട്, നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല കേട്ടോ, കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി. ഈ വിവാഹം നടക്കരുതെന്ന് കരുതിയതാണ്, പക്ഷേ വിവാഹം നടന്നു. അത് പോട്ടെ, രണ്ടറ്റത്തിലാണെന്നും അതുപോലെ തന്നെ 2 ഇപ്പോഴും സ്റ്റണ്ടാണെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഞാനേ അപ്രതീക്ഷിതമായിട്ട് അവരുടെ റൂമിൽ ചെന്നപ്പോൾ 2 കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു എന്നിങ്ങനെ പറയണേ. അയ്യേ, നീ എന്തൊക്കെയാ പറയുന്നേ? അല്ല, നീ എന്തിനാ അവരുടെ റൂമിൽ പോയിരുന്നത്? റൂം അടച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ തുറന്നു പോയി. നീ എന്തിനാ തുറന്ന് കയറി പോകാൻ പോയി? നിനക്ക് നാണമില്ലേ? നീ എന്താ ഉദ്ദേശത്തിൽ കയറി പോയതാണല്ലോ. അയ്യേ, അങ്ങനൊന്നുമില്ല, ഞാനറിഞ്ഞു ഇപ്പം അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുകയെന്ന്. അങ്ങനൊരു കാര്യം ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. പക്ഷേ അവർ തമ്മിൽ എന്തൊക്കെയോ ഡിങ്കോൾഫികളുണ്ട്. പിന്നെന്തിനാ അവർ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേന് എല്ലാവരുടെ മുമ്പിൽ ശത്രുക്കളെ പോലെ പെരുമാറുന്നത്? ഞാൻ ചെന്നപ്പോൾ 2 കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. എന്നെ കണ്ടപ്പോൾ വിക്രം ഉടനെ അവളെ വിടുകയും ചെയ്തു. അപ്പോൾ അതിലെന്തോ ഒരു കള്ളത്തരം ഇല്ലേ? വിനായേട്ടൻ പറഞ്ഞ് എന്തെങ്കിലും ഒരു കള്ളത്തരം ഇല്ലേ? എൻ്റെ പൊന്നു നന്ദിനി, നീ അതിൻ്റെ പുറകെ പോകാതെ നിൻ്റെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ നോക്ക്. ഈ പരദൂഷണം ഏഷണിയും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് നിനക്ക് വല്ല ഭ്രാന്തും പിടിക്കും. അവർ ജീവിക്കാതിരിക്കോ എന്തെങ്കിലും ചെയ്യട്ടെ. എന്തായാലും വേദ ഇവിടെ ചുറ്റിപ്പറ്റിയേ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞ കാര്യമാണേ, അവിടെ ഇനി എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനും പോകുന്നില്ല. അപ്പം പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോകുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദിനീനെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ഏഷണിയും പരദൂഷണം പറഞ്ഞെടുക്കുന്ന നന്ദിനി മാറുമോ? ഇല്ല. വേദയ്ക്കിട്ടുള്ള പണികൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചിന്തിച്ച് വേദയുടെ പുറകെ നടക്കുകയും വേദയുടെ കയ്യിൽ നിന്ന് 2 കിട്ടുമ്പോൾ അടങ്ങിയിരിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രകൃതം തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന നന്ദിനിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ.